അപ്പോൾ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും എത്തിയിട്ടാ. എല്ലാവരും നന്നായി പോകണമെന്ന് വിചാരിക്കണു. ഇവിടെയും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നാൾ മമ്മി ലീവൊക്കെ ആവും, അത് ഞാൻ വഴിയെ പറയാം. പക്ഷേ മമ്മി വന്നില്ലെങ്കിലും ഉണ്ണി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെങ്കിൽ നല്ല അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. അതായത് നമ്മൾ തൃശ്ശൂർക്കാരുണ്ടാക്കുന്ന തൃശ്ശൂർ സ്റ്റൈലിലുള്ള സൂപ്പർ മീൻകറി. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ അതെല്ലാം കണ്ട് ഉണ്ടാക്കി നോക്കണം. നമുക്ക് എന്തായാലും ഈസ്റ്ററും കാര്യങ്ങളൊക്കെ അല്ലേ വരാൻ പോണത്. നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീരാറായി. അപ്പോൾ ഒരു തവണയെങ്കിലും മമ്മിയുടെ ഈ മീൻകറി നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളി മീൻകറി വെക്കാൻ തുടങ്ങിയാലോ നമുക്ക്. എല്ലാ സാധനങ്ങളും മമ്മി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് സൈസ് മീൻ കിട്ടിയാലും ഇതുപോലെ വെക്കാം. ഇന്ന മീൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ മമ്മിക്ക് കിട്ടിയിരിക്കുന്നത് ശീലാവാണ്. അപ്പോൾ ഇതുപോലത്തെ നുറുക്ക് പീസുകളാണെങ്കിൽ അടിപൊളിയാണ്. ഈ ചാളയും അയിലേക്കളൊക്കെ ഇതേപോലെ പീസുകളായിട്ട് കിട്ടണം. വെട്ടുമീൻ വെട്ടുമീൻ നമ്മുടെ തൃശ്ശൂർ നാട്ടിലെ വെട്ടുമീൻ എന്നാ പറയാ. ഞാൻ അതൊരു തവണ ഒരു വീഡിയോയിൽ പറഞ്ഞ കാരണം ചിലർ ചോദിച്ചു എന്താ ഈ വെട്ടുമീൻ എന്ന് പറഞ്ഞിരുന്നത്. എല്ലാ മീനും വെട്ടുമീൻ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മമ്മി ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. സാധാരണ നമ്മുടെ നാടൻ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചോളൂ. വെളിച്ചെണ്ണയൊക്കെ ഇത്തിരി നന്നായിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മൺചട്ടി ആകുമ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെയൊക്കെ ഒന്ന് ചിറ്റിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടില്ല. ചില സമയത്തേ നമ്മുടെ ഈ ചട്ടികളൊക്കെ ഇടയ്ക്ക് പൊട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ മമ്മി ഇട്ട് കൊടുക്കുന്നത് ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു 10ഓളം വെളുത്തുള്ളിയുടെ അല്ലി, ഒരു 2 പച്ചമുളക്. ആദ്യം തന്നെ ഇത് 3 നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് ഏറ്റവും ആദ്യം നല്ല പോലെ ഒന്ന് വഴന്ന് വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ടും ചേർക്കാം കേട്ടോ. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ കറിയിലേക്ക് ഏറ്റവും ബെസ്റ്റ് ചെറിയ ഉള്ളിയാണ്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് തന്നെ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ മമ്മി ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പകുതി ഉള്ളി പകുതി സബോളയും കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നന്നായി ചോപ്പ് ചെയ്ത് എടുത്തിരിക്കുകയാണ് സബോള. അപ്പോൾ നമുക്കത് അറിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പിന്നെ മമ്മി ഈ ഡയലോഗ് പറയാൻ പാടില്ല. അതല്ല, ഉള്ളിക്ക് 2 ഡയലോഗും പറയാൻ പാടില്ല. ഉള്ളിക്ക് ഉള്ളിയുടേതായ രുചി ഉണ്ടാവില്ലേ, ടേസ്റ്റ് വ്യത്യാസം വരില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. ഉള്ളിക്കൊരു നാടൻ രുചി, സബോളയ്ക്ക് ഒരു മോഡേൺ രുചി, അത്രയ്ക്കേ ഉള്ളൂ. ശരി ശരി. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സബോള ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സബോള നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് കളർ മാറി വരുന്ന വരയ്ക്കും വഴറ്റണം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ഒരുവിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി കളർ ഏകദേശം മാറി വരുന്നുണ്ട്. വല്ലാണ്ട് അങ്ങോട്ട് കരിയിപ്പിക്കണ്ട, എന്നാലും ഒരു നേരിയ കളർ വ്യത്യാസം നമുക്ക് വരണം. എന്നാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടികൾ മമ്മി പറഞ്ഞു തരാം. ഇത് 1 സ്പൂണ് നിറയെ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് നല്ലൊരു കളറും എരിവ് ഇത്തിരി കുറഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ 1/2 ടീസ്പൂണ് നല്ല മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഇവിടെ പപ്പയ്ക്ക് എരിവ് കുറവ് വേണ്ടു, അതുകൊണ്ടാണ് മമ്മി ഇത്ര കുറവ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിൻ്റെ പാകമൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് എടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീയൊന്ന് കുറയ്ക്കുക. നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് പിടിച്ച് ഇതാവും. അപ്പോൾ എല്ലാ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിക്കാം. എണ്ണ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു 1/2 കിലോ മീനാണ് മമ്മി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 3/4 തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയിൽ നിന്ന് ഒരല്പം തേങ്ങ തീരെ അങ്ങോട്ട് മാറ്റി വെച്ചു.
എന്നിട്ട് ബാക്കിയുള്ള പാല് മമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികൾ മൂത്തതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കണ രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മീനിൽ നമ്മൾ ഉപ്പോ മുളകോ ഒന്നും തിരുമ്പി വെച്ചിട്ടില്ല, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വാടാനായിട്ട് ഉപ്പിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒരു മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. നമ്മുടെ തൃശ്ശൂർക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാങ്ങ ഇട്ടിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ള അടിപൊളി മീൻകറി. അപ്പോൾ ഈ മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ മാങ്ങ ഇട്ടാലും നമ്മൾക്കൊരു 2 കഷ്ണം കുടംപുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കഴുകി ചെറിയ പീസുകളാക്കി നേരെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇത് ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നല്ല രീതിയിൽ കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചാറിൽ കിടന്നിട്ട് നമ്മുടെ മാങ്ങ ഒന്ന് വേവണം. ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. കറി എന്തായിന്ന് നോക്കാം കേട്ടോ. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോ പീസുകളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എപ്പോഴും മീനിൻ്റെ മുകളിൽ ചാറ് നിൽക്കണം, എന്നാലാണ് നമ്മുടെ മീൻ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് രണ്ടാം പാല് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചാറ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് മീൻ കഷ്ണം വേവണ വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കറി വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. മമ്മി ഇടയ്ക്ക് ഒന്ന് ചിറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി തിളച്ചതിന് ശേഷം ഒന്ന് എടുത്ത് ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക. നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മീൻ പീസുകളൊക്കെ ഉടഞ്ഞു പോവും. അപ്പം നല്ല രീതിയിൽ തിളച്ച മീനൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഇതിപ്പോൾ ചാറ് കൂടുതൽ തോന്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അതല്ല നമ്മൾ കറിയൊക്കെ ഒന്ന് ഇരുന്ന് ചൂടാറി കഴിയുമ്പോൾ സെറ്റാവുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ലൂസായിട്ടിരുന്നാലും നമ്മുടെ കറി ചൂടാറുമ്പോൾ ഒന്ന് നല്ല പോലെ തിക്കായി വന്നോളും. ഇത് ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ. പാല് ഒഴിച്ചതിന് ശേഷം നമ്മുടെ കറി നല്ല രീതിയിൽ തിളച്ചു കിട്ടുക. പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളച്ച് വറ്റിക്കേണ്ട കാര്യമില്ല. ഒരുപാട് തീയിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത്രേ വേണ്ടു. ഈ സമയത്ത് നമ്മളിനി ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ഒരല്പം ഗരം മസാല പൊടിയാണ്. അതൊന്ന് ഒരു നുള്ള് വെതറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കണ ഗരം മസാല ഒരു കാരണവശാലും ഇങ്ങനെ കറിയിൽ ഇടരുത് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ മസാല മുഴുവനോടെയുള്ള മസാല വാങ്ങിച്ച് ചൂടാക്കി പൊടിച്ച് എടുത്ത് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. കടകളിൽ നിന്ന് വാങ്ങുന്നതിന് ഒരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറിയുടെ രുചി തന്നെ മാറിപ്പോവും. ഇത്രയ്ക്കുള്ളൂ. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒന്ന് താളിച്ചൊഴിക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. ഇവിടെ ഉലുവ നല്ല രീതിയിൽ പൊട്ടിയുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് നമ്മുടെ കൊച്ചുള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചോക്കണ വരെ മൂപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല കരുകരുവെന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാണ്. നല്ല രീതിയിൽ മൂത്തുണ്ട്. നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി ഇറക്കും മുൻപ് നിങ്ങൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിക്കോളാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളി ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു കഷ്ണം കൂടിയും കുടപ്പുളി ഇട്ട് കൊടുക്കുക.
അതല്ല ഇനി നിങ്ങൾക്ക് പുളി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇട്ട് വെച്ച പുളിയിൽ നിന്ന് ഒരു 2 കഷ്ണം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ഉറപ്പായിട്ടും മമ്മിയുടെ മക്കൾ ഇങ്ങനെ ഒരു കറി ഈ ഈസ്റ്ററിനെങ്കിലും തയ്യാറാക്കി നോക്കിയോളൂ.